മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരെ ഗുരുതര കണ്ടെത്തലുമായി എസ്എഫ്ഐ റിപ്പോർട്ട്. വായ്പാത്തുക വകമാറ്റി ക്രമക്കേട് നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സിഎംആർഎല്ലിന്റെ സഹോദര സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുത്തത് അടയ്ക്കാൻ സിഎംആർഎല്ലിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തൽ. ശശിധരൻ കർത്തയും ടി വീണയും ചേർന്ന് ഇതിനായി ഗൂഢാലോചന നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുതര കണ്ടെത്തലുകൾ പുറത്തുവന്നിട്ടും വീണയെ സിപിഎം ന്യായീകരിക്കുകയാണെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ പ്രതികരിച്ചു. സിഎംആർഎല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 25 ലക്ഷം രൂപ വീതം 2 തവണയായാണ് വീണ കടം വാങ്ങിയത്. വായ്പ തിരിച്ചടയ്ക്കാൻ സിഎംആർഎല്ലിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിക്കുക വഴി പൊതുസ്ഥാപനമായ സിഎംആർഎല്ലിന് സാമ്പത്തിക നഷ്ടം വരുത്തിയെന്ന് എസ്എഫ്ഐ ആരോപിക്കുന്നു. സിഎംആർഎൽ ഉടമ ശശിധരൻ കർത്തയും ഉറ്റബന്ധുക്കളുമാണ് ഇന്ത്യ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഉടമകൾ. വീണയ്ക്കും വീണയുടെ സ്ഥാപനമായ എക്സലോജിക്കിനും സിഎംആർഎൽ മാസം 8 ലക്ഷം രൂപ വീതം നൽകിയെന്നും 2 സ്ഥാപനങ്ങളും വീണയും കർത്തയും ചേർന്ന് 2.78 കോടി രൂപയുടെ സാമ്പത്തിക തിരിമറി നടത്തിയെന്നുമാണ് എസ്എഫ്ഐ റിപ്പോർട്ട്. ഗുരുതര കണ്ടെത്തലുകൾ പുറത്തുവന്നതിന് ശേഷവും വീണയെ സിപിഎം ന്യായീകരിക്കുകയാണെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ പ്രതികരിച്ചു. ആ പണത്തെ, ആ കോടികളെ സിപിഎം ഏത് കോളത്തിലിട്ട് ഏത് ഗണത്തിൽപ്പെടുത്തി ന്യായീകരിക്കുമെന്ന ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 66 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. സിഎംആർഎല്ലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു കമ്പനിയുടെ മുഖ്യ വരുമാനം. 2017 മുതൽ 2019 വരെയുള്ള കാലയളവിൽ സിഎംആർഎല്ലുമായി ഇടപാടുകൾ നടത്തി. പ്രതിമാസം 5 ലക്ഷം രൂപ സിഎംആർഎൽ നിന്ന് വീണയുടെ പേരിലെത്തി. കമ്പനിയുടെ പേരിലും 3 ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ എസ്എഫ്ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. മീഡിയ 1 കൊച്ചി.